തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടലിൽ തീപിടുത്തം. തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. 1-ാം നിലയിലായിരുന്നു തീപിടുത്തം. തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തമുണ്ടായ ഉടനെ തന്നെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ആളുകളെ ഒഴിപ്പിക്കുകയായിരുന്നു. തമ്പാനൂരിൽ മാഞ്ഞാലിക്കുളം റോഡിലെ ഹൈലാൻഡ് ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. തീ പടർന്നത് 1-ാമത്തെ നിലയിലെ ചിമ്മിനിയുടെ ഭാഗത്ത് നിന്നാണ്. അവിടെ തീ പടർന്നു. അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരമറിയിച്ചതിനെ തുടർന്ന് അവരെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഒപ്പം തന്നെ ആ ഹോട്ടലിൽ അപ്പോൾ ഉണ്ടായിരുന്ന താമസക്കാരെയൊക്കെ പുറത്തിറക്കുകയും ചെയ്തു. ഫയർഫോഴ്സും പോലീസും വന്നിട്ട് റൂം മുട്ടിയിട്ട് നമ്മളോട് പറഞ്ഞ് പുറത്തിറങ്ങണം, പുക ഉണ്ട്. ഇപ്പോൾ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പുക കണ്ട്, അപ്പോൾ ആ സമയത്താണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ റൂം ഇറങ്ങി നമ്മൾ പുറത്തു കൂടി എന്ത് ചെയ്യുന്ന തന്നെ പുറത്തിറക്കി. അതിനുശേഷം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ഈ 6-ാമത്തെ നിലയിൽ ആ ഭാഗത്തൊക്കെ വലിയ പുക കണ്ടിരുന്നു. അവിടെയുള്ള ആൾക്കാരെയൊക്കെ പുറത്തിറക്കി. ഫയർഫോഴ്സ് പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കി. ഒരു 3-4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. കിച്ചണിൽ നിന്നാണ് തീ പടർന്നത്. ഇതിൽ ചിമ്മിനിയിൽ ഇതിനകത്തുള്ള പൊടിപടലങ്ങളൊക്കെ ഇങ്ങനെ സെഡിമെൻ്റ് ചെയ്തിരുന്നത്. അതിൽ നിന്നുണ്ടായ പാർഷ്യൽ കമ്പഷനാണ് ഈ പുക ഇത് അധികമായി ഉണ്ടായത്. പൂർണ്ണമായിട്ടുള്ള ഫയർ ആയില്ല. കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആയതുകൊണ്ട് വളരെ പാടായിരുന്നു നമുക്ക് വെന്റിലേഷൻ നടത്തുന്നതിനുണ്ട്. അത് എക്സോസ്റ്റ് ബ്ലോവറൊക്കെ ഉപയോഗിച്ച് ഫയർ സർവീസ് അത് വെന്റിലേഷൻ നടത്തി വളരെ വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നതിന് അതിലേക്ക് നയിച്ചില്ല. പെട്ടെന്ന് തന്നെ നമുക്കത് അണയ്ക്കുന്നതിന് കഴിഞ്ഞു. തീ പൂർണ്ണമായും അണച്ചതിന് ശേഷം ഹോട്ടലിലെ ഗസ്റ്റുകളെയൊക്കെ അവരുടെയൊക്കെ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ചതിന് ശേഷം അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. കൃത്യമായ സമയത്ത് ഫയർഫോഴ്സും പോലീസും ഇടപെട്ടതുകൊണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.